നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കൊട്ടാരക്കര സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയായി സിനിമാ താരത്തെ ഉൾപ്പെടെ കോൺഗ്രസ് പരിഗണിക്കുന്നു. സംവിധായകനും റിയാലിറ്റി ഷോ താരവുമായ അഖിൽ മാരാർ ഉൾപ്പെടെ 5 പേരുകളാണ് പരിഗണനയിൽ. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച രശ്മിക്ക് ഒരവസരം കൂടി നൽകണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. 2006 കൈവിട്ട കൊട്ടാരക്കര മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. LDF-നായി 3 തവണ ഐഷ പോറ്റിയും കഴിഞ്ഞ തവണ KN ബാലഗോപാലും വിജയിച്ച് മന്ത്രിയായി. ഇത്തവണ ജയിക്കാവുന്ന സീറ്റുകളുടെ കൂട്ടത്തിലാണ് UDF കൊട്ടാരക്കരയെ കാണുന്നത്. 5 പേരുകളാണ് നിലവിൽ പരിഗണനയിൽ. സംവിധായകനും നടനും റിയാലിറ്റി ഷോ താരവുമായ അഖിൽ മാരാരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. സുപരിചിത മുഖം എന്നത് അഖിലിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ R രശ്മിക്ക് ഒരവസരം കൂടി നൽകണമെന്നും ആവശ്യമുണ്ട്. DCC ജനറൽ സെക്രട്ടറി P ഹരികുമാറിന്റെ പേരും പരിഗണിക്കുന്നു. എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ JS അടൂർ എന്നറിയപ്പെടുന്ന ജോൺ സാമുവലിനായി ഒരു വിഭാഗം രംഗത്തുണ്ട്. KPCC പബ്ലിക് പോളിസി അധ്യക്ഷൻ JS അടൂറിന്റെ പേര് നിർദ്ദേശിക്കുന്നത് മണ്ഡലത്തിലെ മുതിർന്ന നേതാവാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജു ജോർജിന്റെ പേരും മുന്നോട്ട് വയ്ക്കുന്നു. CPM വിട്ടുവന്നാൽ കൊട്ടാരക്കര മുൻ MLA ആയിരുന്ന ഐഷ പോറ്റിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും മണ്ഡലത്തിൽ നിന്ന് ആവശ്യമുയരുന്നു. വിജയം ഉറപ്പുള്ള സീറ്റായിട്ടല്ല UDF കൊട്ടാരക്കരയെ കാണുന്നതെങ്കിലും മികച്ച സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ വിജയിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.